underrated. Me. Best friend. Rubenosh. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? റൂബൻ നെവസ്. നിമിഷാർദ്ധം പോലും വേണ്ടി വന്നില്ല ഡിയാഗോ ജോട്ടയ്ക്ക് മറുപടി പറയാൻ. ജോട്ടയും നെവസും തമ്മിലെ കെമിസ്ട്രി കളിമൈതാനത്തിനപ്പുറം നീണ്ടുപോയതായിരുന്നു. അവരെ അറിയുന്നവർക്കെല്ലാം അത് വ്യക്തവുമായിരുന്നു. എന്നാൽ കാറപകടത്തിന്റെ രൂപത്തിലെത്തിയ വിധിയുടെ ഫൗൾ പ്ലേയിൽ ജോട്ട മരിച്ചിട്ട് മാസങ്ങളായി. കഴിഞ്ഞ ദിവസമാണ് ജോട്ടയില്ലാതെ പോർച്ചുഗൽ ടീം സ്വന്തം നാട്ടിൽ ആദ്യമായി കളിക്കാനിറങ്ങിയത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അയർലൻഡിനെതിരെയുള്ള മത്സരം. തന്റെ ഉറ്റ കൂട്ടുകാരന്റെ 21 നമ്പർ ജേഴ്സിയിൽ നെവസും പറങ്കികൾക്ക് വേണ്ടി പന്തു തട്ടാനിറങ്ങി. പല മത്സരങ്ങളിലും ഇഞ്ചുറി ടൈമിൽ രക്ഷകനായി അവതരിക്കാറുള്ള ജോട്ടയെ അനുസ്മരിപ്പിക്കും വിധം അയാളൊരു ഗോൾ നേടി. 91 മിനിറ്റിലെ ആ ഗോളിന്റെ മാത്രം ബലത്തിലാണ് പോർച്ചുഗൽ വിജയതീരമണിഞ്ഞത്. ഗോൾ നേട്ടം തന്റെ പ്രിയ കൂട്ടുകാരനെ സമർപ്പിച്ച നെവസ് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി. ഇടതുകാലിൽ പച്ച കുത്തിയ ജോട്ടക്കൊപ്പമുള്ള തന്റെ ചിത്രം ഹൃദയത്തിലും കൊത്തിവെച്ചിട്ടുണ്ടെന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ നിമിഷം. അവരങ്ങനെയായിരുന്നു. സൗഹൃദം എന്ന വാക്കിൽ മാത്രം ആ ബന്ധത്തെ തളച്ചിടുന്നത് നീതികേടാവും. ജോട്ട മരിച്ച ദിവസം രാത്രി നടന്ന ക്ലബ് ലോകകപ്പിൽ അൽ ഹിലാലിന് വേണ്ടി കളിക്കാൻ നെവസും ഉണ്ടായിരുന്നു. ജോട്ടക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന സമയം സ്റ്റേഡിയത്തിൽ കണ്ണീരടക്കാനാവാതെ നിൽക്കുന്ന നെവസിനെ കണ്ട ആരാധകരും കൂടെ കരഞ്ഞു. മത്സരം കഴിഞ്ഞ് 12 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും നെവസ് അമേരിക്കയിൽ നിന്ന് പോർച്ചുഗലിലെത്തി. ജോട്ടയുടെ അവസാന യാത്രയിൽ തന്റെ പ്രിയ സുഹൃത്തിനെ കൈകളിലേന്തിയവരിൽ നെവസും ഉണ്ടായിരുന്നു. കണ്ണീരടക്കാനാവാതെ ആ ശവമഞ്ചവും കൈകളിലേന്തിയുള്ള നെവസിന്റെ നടത്തം കണ്ണീരോടെയല്ലാതെ ആരും കണ്ടതില്ല. സെലക്ഷന് പോകുമ്പോൾ നീയായിരുന്നു എൻ്റെ തൊട്ടടുത്ത്. ഡിന്നർ ടേബിളിലും ബസ്സിലും വിമാനത്തിലുമെല്ലാം അങ്ങനെ തന്നെ. ഇന്നു മുതൽ ഫീൽഡിൽ എനിക്കൊപ്പം നീയും ഇറങ്ങും. ഒരു വഴിയെ നമ്മൾ സഞ്ചരിക്കും. ഡിയാഗോ, നീയാണ് എൻ്റെ പ്രിയപ്പെട്ട ലെമനേഡ്. ജോട്ടയുടെ വിയോഗത്തിൽ നെവസ് കുറിച്ച വാക്കുകൾ അക്ഷരം പ്രതി പുലർന്നിരിക്കുന്നു. ഇല്ല ജോട്ട, നിങ്ങൾ മരിച്ചിട്ടില്ല. നിങ്ങളെക്കാളേറെ സ്നേഹിച്ച ഒരു ആത്മസുഹൃത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട്.